പൂത്തോട്ടയിൽ ഇപ്പോൾ മോഹൻലാൽ ദൃശ്യം 3 ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. മോഹൻലാൽ പുരസ്കാരം നിറവ് നിൽക്കുന്ന ആഹ്ലാദത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് ലൊക്കേഷനിലേക്ക്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൂത്തോട്ടയിൽ നിന്ന് അവിടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 അതിൻ്റെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയാണ് എത്തിയിരിക്കുന്ന മോഹൻലാൽ. ആൻ്റണി പെരുമ്പാവൂരിനെയും ദൃശ്യത്തിൽ കാണാം. അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ ജീവിതകഥ പറയുന്ന അതിൻ്റെ 3ാം ഭാഗം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ആളുകൾ. 2 ഭാഗവും സൂപ്പർ ഹിറ്റായി. ബാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം മോഹൻലാൽ ആദ്യമായി ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തുന്നു. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകണം. നാളെയാണ് ഡൽഹിയിലെ പുരസ്കാര ചടങ്ങ്. നിതിൻ അംബുജൻ ലൊക്കേഷനിൽ നിന്ന് ചേരുകയാണ്. എല്ലാവരും കാത്തിരുന്ന പോലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പുരസ്കാര നിറവിൽ അവിടെ എത്തിക്കഴിഞ്ഞു. ആളുകൾക്കെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പറയൂ നിതിൻ. SKN അത് തന്നെയാണ്. കാരണം ഒരു പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ ഇപ്പോൾ ദൃശ്യം 3യുടെ സെറ്റിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പൂജാ ചടങ്ങുകൾക്ക് അതിന്റെ തുടക്കത്തിന് പോവുകയാണ്. നമുക്കറിയാം ദൃശ്യം 3ന്റെ ചിത്രീകരണം ഇവിടെ തുടങ്ങാൻ പോകുന്നു. അതിന്റെ പൂജാ ചടങ്ങുകൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. മലയാളികൾക്കൊരു കഥാവിരുന്നൊരുക്കിയ ചിത്രമാണ് ദൃശ്യം. 2013 പുറത്തിറങ്ങിയ ദൃശ്യം 2021 അതിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങിയത്. ഇപ്പോൾ അതിന്റെ 3ാം ഭാഗം എന്ന ഒരു തുടർച്ച ഇപ്പോൾ ഉണ്ടാകാൻ പോകുകയാണ്. ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇത്രത്തോളം റീമേക്കുകൾ നടന്ന ഒരു സിനിമ മറ്റൊന്നും ഉണ്ടാകില്ല. അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യത്തിന് പല റെക്കോർഡുകളുമുണ്ട്. പല റെക്കോർഡുകൾ തിരുത്തിയ സിനിമയുടെ ഒരു പൂജാ ചടങ്ങുകൾ അല്പസമയത്തിൽ തന്നെ ആരംഭിക്കും. സംവിധായകൻ ജിത്തു ജോസഫ്, അതോടൊപ്പം തന്നെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നമുക്കിപ്പോൾ മോഹൻലാലിന്റെ ഒപ്പം തന്നെ കാണാൻ സാധിക്കും. തൊടുപുഴയിലും കൊച്ചിയിലുമായിട്ടാണ് ചിത്രീകരണം നടക്കുക. ഏതാണ്ട് 55 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ അണിയറ പ്രവർത്തകരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോൾ ഒരു ഇരട്ടി മധുരം ഈ സിനിമാ സെറ്റ് നൽകുന്നു എന്ന് സംവിധായകൻ ജിത്തു ജോസഫും അതോടൊപ്പം തന്നെ ഒരു ഇഷ്ട സിനിമയുടെ തുടർച്ച ഉണ്ടായതിന്റെ എല്ലാ ഒരു സന്തോഷവും ഉണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വ്യക്തമാക്കിയിരുന്നു. മോഹൻലാൽ ഇപ്പോൾ ഇവിടെയുണ്ട്. നമുക്കറിയാം മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ദൃശ്യം 3ന്റെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ പൂത്തോട്ട SN ലോ കോളേജിൽ അതിന്റെ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിൽ തന്നെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കും. മോഹൻലാൽ ഇപ്പോഴാണ് ഇവിടെ ഈ ഒരു സെറ്റിലെത്തിയിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഈ ചിത്രീകരണത്തിന്റെ ഭാഗമായ ശേഷം പിന്നീട് അദ്ദേഹം ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് പോകും. നാളെയാണ് പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിലേക്ക് സന്തോഷമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ദൃശ്യം 3 എന്ന സെറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ഒരു ആവേശവും ഒരു സന്തോഷവും ഈ അണിയറ പ്രവർത്തകർക്കുമുണ്ട്. ഈ ഒരു സെറ്റിലെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ മോഹൻലാൽ ആവേശത്തോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് വരവേറ്റത്. എന്തായാലും ഇപ്പോൾ അതിന്റെ പൂജാ ചടങ്ങുകൾ തുടക്കം പോവുകയാണ്. നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം മോഹൻലാലും അതോടൊപ്പം തന്നെ സംവിധായകൻ ജിത്തു ജോസഫ് കൂടാതെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെല്ലാം തന്നെ ഈ ഒരു ചിത്രീകരണം തുടങ്ങുന്നതിന്റെ വിളക്ക് കൊളുത്താൻ പോകുന്നു. ആ ഒരു ദൃശ്യമാണ് SKN നമ്മൾ കാണുന്നത്. അതിനുശേഷം മോഹൻലാലിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ദൃശ്യം 3ന്റെ ഒരു തുടക്കത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സന്തോഷം ഏത് നിലയിലാണ് ഈ ഒരു സെറ്റിൽ വെച്ച് അദ്ദേഹം പങ്കുവെക്കുക എന്നുള്ളത് ആകാംക്ഷയോടുകൂടിയാണ് ഓരോ മലയാളികളും കാണുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷവും ആകാംക്ഷയും നമുക്കുണ്ട്. എന്തായാലും അതിന്റെ ഒരു ചിത്രീകരണത്തിൽ തുടക്കാൻ പോകുന്നതിന്റെ ദൃശ്യമാണ് SKN നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ മോഹൻലാൽ ഇപ്പോൾ വിളക്ക് കൊളുത്തി ഈ ഒരു ചടങ്ങ് ഈ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള ഒരു തുടക്കം ഇവിടെ നിന്ന് കുറിക്കും. അതിനുശേഷം ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. എന്തായാലും ഒരു ദൃശ്യം 3 എന്ന് പറയുമ്പോൾ മലയാളികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഒരു ദൃശ്യം 1, 2 അതിന്റെ തുടർച്ചയായി വരുമ്പോൾ ആ ഒരു ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഒരു ആകാംക്ഷ എന്തായാലും പ്രേക്ഷകർക്കൊക്കെ തന്നെയുണ്ട്. അങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലർ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവിക ഒരു സംഭവം, അത് ട്രോമ, ജോർജ് കുട്ടി ഏത് നിലയിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കടന്നുപോയത് വ്യക്തമാകുന്ന ഒരു ട്രോമ, ആ ഒരു നിലയിലായിരിക്കും ഇതിന്റെ ഒരു കഥ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഒരു സസ്പെൻസ് സ്വാഭാവികമായിട്ടും ദൃശ്യം എന്ന് നിൽക്കുമ്പോൾ മലയാളികൾക്ക് തന്നെ ഉണ്ടാകും. ഈ ഒരു ഇപ്പോൾ മോഹൻലാൽ വിളക്ക് കൊടുത്ത് ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ ദൃശ്യം 3ന്റെ ചിത്രീകരണം ഇവിടെ നിന്ന് ആരംഭിക്കും. തൊടുപുഴയിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലുമാകും ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. പിന്നീട് ഏതാണ്ട് 55 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെ ഈ ഒരു ചടങ്ങിലൂടെ എത്തി ഈ ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സിനിമയിലെ മറ്റ് സഹതാരങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പൂത്തോട്ട SN ലോ കോളേജിലാണ് ഈ ഒരു ദൃശ്യം 3ന്റെ പൂജാ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. ജോർജ് കുട്ടി ഇപ്പോൾ നമുക്കറിയാം ദൃശ്യം 3 എന്ന് പറയുമ്പോൾ മലയാളികൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് തന്നെ വലിയ ആകാംക്ഷയിലാണ്. ആ ഒരു നിലയിലുള്ളൊരു ട്രീറ്റ് എന്തായാലും സംവിധായകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് വലിയ കോൺഫിഡൻറ്റിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
വലിയ പ്രതീക്ഷയിലാണ് മലയാളികൾ ഓരോരുത്തരും ഉള്ളത്. കാരണം ഏതാണ്ട് 55 ദിവസത്തിന് ഷൂട്ടിംഗ് പൂർത്തിയായി പിന്നീട് തിയേറ്ററിലേക്ക് ചിത്രം എത്തുന്ന നോക്കാം. ദൃശ്യം 2013 തിയേറ്ററിൽ എത്തിയത്. അത് സകല റെക്കോർഡുകളും തിരുത്തി ആ ഒരു ചിത്രം വലിയ വിജയം നേടി. പിന്നീട് 2021 കോവിഡ് കാലത്താണ് ദൃശ്യം 2 അത് OTT റിലീസായി. പിന്നീട് പാൻ ഇന്ത്യ ലെവലിലേക്ക് അത് ആ ഒരു ശ്രദ്ധ നേടിയത്. അതോടൊപ്പം തന്നെ ദൃശ്യം പല ഭാഷകൾ റീമേക്ക് ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യം 3 വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തനം ഉള്ളത്. എന്തായാലും മോഹൻലാൽ ഈ ഒരു ചടങ്ങിന് ശേഷം അദ്ദേഹത്തിന് ഒരു പ്രതികരണം നമ്മൾ തേടും. സ്വാഭാവികമായിട്ടും ആ ഒരു സന്തോഷം ഈ ഒരു നിമിഷം ഏത് നിലയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. SKN വിവരങ്ങൾ നൽകിയത് പൂത്തോട്ട SN ലോ കോളേജിൽ നടക്കുന്ന ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യം 3 പൂജാ ചടങ്ങുകളാണ്. അതിൽ മോഹൻലാൽ വിളക്ക് കൊളുത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശേഷം ലാൽ ആദ്യമായിട്ട് ഒരു സെറ്റിൽ എത്തുകയാണ്. നാളെയാണ് ഡൽഹിയിൽ പുരസ്കാര വിതരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും. ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 മൂന്നാം ഭാഗം വരികയാണ്. ജോർജ് കുട്ടിയുടെ ജീവിതം വലിയ ടെസ്റ്റുകളില്ലാതെ മറ്റൊരു കുടുംബകഥയിലേക്ക് കടക്കുന്നു എന്നാണ് ജിത്തു ജോസഫ് ഇന്ന് സൂചന നൽകിയിരിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച 2 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ദൃശ്യം 1ഉം 2ഉം നല്ല സാമ്പത്തിക നേട്ടമുണ്ടാക്കി. എന്നാൽ ദൃശ്യം 3ഉം അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോകുമോ എന്നായിരിക്കും ആകാംക്ഷയോടെ പ്രേക്ഷകർ കാണുന്നത്. പൂജാ ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ലോ കോളേജിലെ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. കാരണം ഈ ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ലാലേട്ടൻ ഈ പൂത്തോട്ട ലോ കോളേജിൽ എത്തിയിരിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് അവിടെ ഇപ്പോൾ അരങ്ങേറുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ദൃശ്യം 3ഉം ഈ 2 ഭാഗങ്ങളും വലിയ വിജയമായിരുന്നു. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ സംസാരിക്കുകയാണ്. മോഹൻലാൽ സാറിന് കിട്ടിയ അംഗീകാരം കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ യാത്രയുടെ കൂടെ തന്നെ ഈ ദൃശ്യം 1ഉം 2ഉം നിർമ്മിച്ച് ഒരുക്കി മലയാളിക്ക് സമ്മാനിച്ച നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ സംസാരിക്കുകയായിരുന്നു. മോഹൻലാലിനെ ഒരു നിഴൽ പോലെ പിന്തുടരുന്ന നിർമ്മാതാവ് കൂടിയാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന് നമുക്കറിയാം. ദൃശ്യം 3 ഒരുക്കുമ്പോഴും മലയാളി പ്രേക്ഷകർക്കും മോഹൻലാലിൻ്റെ ആരാധകർക്കും സംതൃപ്തി നൽകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ചിത്രമാണ് ഈ ചുരുക്കം. ഇതിൻ്റെ കഥയൊക്കെ ഒരുക്കിയിരിക്കുന്നതും ജിത്തു ജോസഫ് തന്നെയാണ്. ഈ പൂത്തോട്ട SN ലോ കോളേജിൽ നിന്ന് നമുക്കൊപ്പം നിതിൻ അംബുജൻ കൂടി ചേരുന്നു. പ്രേക്ഷകരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ ഹിമാലയത്തോളം ഉയരും. ഇപ്പോൾ ഈ പുരസ്കാരം നിറവിൽ കൂടി ആയതുകൊണ്ട് തന്നെ ലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ദൃശ്യം 3 ഒരുപാട് പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും ഇപ്പോൾ മോഹൻലാൽ ലൊക്കേഷനിൽ ഒത്തുകൂടിയ സിനിമാ പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വലിയൊരു സംഘം വിദ്യാർത്ഥികൾ കൂടി അവിടെ തടിച്ച് കൂടിയിട്ടുണ്ട്. കാരണം ലാലെന്ന ദൃശ്യ അനുഭവം നേരിട്ട് കാണാൻ എത്തിയിട്ടുള്ള പല ആളുകളും മോഹൻലാലിനെ ശ്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മോഹൻലാൽ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന ദൃശ്യം 3 പൂജാ ചടങ്ങുകളുടെ അവസാന ഘട്ടമാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. പൂത്തോട്ട SN ലോ കോളേജിൻ്റെ വേദിയിൽ നിന്നാണ് ഈ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇർഷാദിനെ പോലെയുള്ള മറ്റ് നടന്മാരും ഈ സിനിമയിലുണ്ട്. ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു കഥാസന്ദർഭവുമായി പ്രേക്ഷകരെ സമീപിക്കുകയാണ് ആശീർവാദ് ക്യാമ്പയിൻസ്. ആൻ്റണി പെരുമ്പാവൂറാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. പൂജാ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ദൃശ്യം 3ലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, മോഹൻലാൽ ഉച്ചവരെ ലൊക്കേഷൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനം കയറും എന്നും മനസ്സിലാക്കുന്നു. വലിയൊരു സന്തോഷ നിമിഷത്തിലേക്ക് വിമാനം കയറുന്ന ദിവസമാണ് ഇന്ന്. നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, മോഹൻലാലിൻ്റെ ജീവിത കരിയർ ഗ്രാഫിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ചിത്രം ദൃശ്യം 3 അദ്ദേഹത്തിന് ഇരട്ടി മധുരമായി മാറും.
ഇഷ്ട സിനിമയുടെ തുടർച്ചയിൽ അഭിനയിക്കാൻ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.